ഞങ്ങൾ പക്ഷേ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു. അമ്മ ഇടപെട്ടാൽ ഇത് പൂർണ്ണമായി സുഖപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപയും ഒരു കൊന്തയും കൊടുത്തിട്ട് ഞാൻ പോന്നു. അതിനുശേഷം എൻ്റെ ഉടമ്പടിയുടെ 75 ദിവസമായപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നു. അമ്മ ഒരു മാറ്റവും ഒന്നും കാണുന്നില്ല ഞങ്ങളുടെ കൊച്ചിന്. അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ ആൾക്കാരെ ഇവിടെ വന്നു ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നപ്പോൾ എവിടുന്നോ ഒരു സ്വരം കേട്ടു, നീ പൊക്കോ എന്നൊരു വാക്ക് കേട്ടു. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ വരെ ചെന്നിട്ട് ഞാൻ വന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് നോക്കി ഞാൻ പറഞ്ഞു, അമ്മേ അടയാളമൊന്നും അത്ഭുതമൊന്നുമില്ല, കൊച്ചിന് ഓരോ ദിവസം ചെല്ലുന്നവർ ക്ഷീണം കൂടിക്കൊണ്ടിരിക്കുക, ഒരു മാറ്റവും വരുന്നില്ല, അമ്മ എന്തെങ്കിലും വേഗം ഇടപെടണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണടച്ചപ്പോൾ വീണ്ടും ഭയങ്കര ധൃതിയിൽ എന്നോട് പറഞ്ഞു, നീ പൊക്കോ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇറങ്ങി വീട്ടിൽ ചെന്നു. വൈകുന്നേരം അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് നിന്നു. ഇന്ന സമയത്ത് ആ ശബ്ദം കേട്ട് ഞാൻ വീണ്ടും കരഞ്ഞോണ്ട് പിന്നെ വീട്ടിലോട്ട് ചെന്നു. വൈകിട്ട് ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, കൊച്ചിനെ വീണ്ടും വെന്റിലേറ്ററോട് തന്നെ കയറ്റി, ഒരു പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇന്ന് മാതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവന് സുഖപ്പെട്ട് വരുമ്പോൾ ഈ ഉടമ്പടി 90 തീരുന്നതിനിപ്പുറം നമുക്ക് അവനായിട്ട് മിറ്റത്ത് വരണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, നമുക്ക് ഇതൊന്നും അല്ല ആവശ്യം, കൊച്ചിനെ ഇങ്ങനെ കിടന്നാലും വേണ്ടി അവന് ഒരു ശ്വാസമെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല. പക്ഷേ ഞാൻ പറയുന്ന ആ സമയത്ത് അവിടെ കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. ഞങ്ങൾ ഹിന്ദുക്കളും കൂടെയാണ്. അതിനുശേഷം വൈകിട്ട് ഞാൻ കിടന്നിറങ്ങിയപ്പോൾ ഈ അൾത്താരയിൽ ജോസഫ് അച്ഛന് 4 പേര് അച്ഛൻ്റെ ഫ്രണ്ടിൽ അൾത്താരയിൽ നിൽപ്പുണ്ട്. പാദം വരെ വെള്ള ഉടുപ്പിട്ട് താടിയെ കെട്ടി 4 പേര് നിൽപ്പുണ്ട്. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണോ എന്നും അച്ഛൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓർത്തു ഞങ്ങളുടെ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കും, അതായിരിക്കും ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടതെന്ന്. പക്ഷേ എനിക്ക് ആരോട് പറയാൻ എനിക്ക് പേടിയായിരുന്നത്. വീട്ടിലോട് ആരോട് പറഞ്ഞു ആർക്കും അത് മനസ്സിലാകത്തില്ല, കാരണം ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെ എല്ലാവരും വിചാരിക്കുള്ളൂ. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ലാസറിനെ ഉയർത്തിയ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് വന്നു. എനിക്കന്നേരം എത്ര സന്തോഷമായി എനിക്കത് പറഞ്ഞറിയിക്കാൻ ഇപ്പോഴും എനിക്കറിയില്ല. കാരണം 2023 നടക്കുന്നത്. എനിക്കത് ഇപ്പോഴും ഓർക്കാൻ പറ്റില്ല. അച്ഛനെ ദൈവദൂതൻ ലാസറിനെ ഉയർത്തിയ പോലെ ഞങ്ങളുടെ കൊച്ചിനെ ദൈവം അവിടെ നിന്ന് ഉയർത്തി. അതിനുശേഷം പിന്നെ ബോൺ മാരേജ് ചെയ്യാൻ കയറ്റിയപ്പോൾ അനുഭവം ഉണ്ടായിരുന്നു. അതിപ്പം പറയും, ആ ഉടമ്പടി എൻ്റെ 87-ാം ദിവസം ഞങ്ങൾ ഇവനുമായി ഈ ആൾക്കാരിൽ ഇവിടെ ഈ മുറ്റത്ത് ഞങ്ങൾ വന്നു നിന്നു. മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണത്. അത്രയും ഡോക്ടർമാർ വരെ കൈയഴിഞ്ഞിട്ട് അവരെ ഞങ്ങൾക്ക് ദൈവം തന്നതാണ്. ഞാൻ ആ സമയത്തെല്ലാം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ശക്തമായിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്തു. വചനം വായന നല്ലപോലെ ഞാൻ ശക്തമാക്കി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും തുടങ്ങി. കാരുണ്യ പ്രവർത്തിയുടെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അത്രയും മാനസികമായി പ്രശ്നം നേരിടുന്നവർ മാത്രമാണ് ഒരു ആശ്വാസം തന്നത്. അവരാണ് പറഞ്ഞത്, അവനെ സുഖപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്തൊന്ന് കൊണ്ടുവരണം കേട്ടോ. കാരണം അല്ലാതെ ആര് സംസാരിച്ചാലും പറയും അവന് കിട്ടത്തില്ല, നിങ്ങൾ അവന് എത്രയും വേണം നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ഇവന് കിട്ടിയ അനുഭവം പറയും. നട്ടല് വളച്ച് റാ പോലെ നമ്മളെ കിടത്തിയിട്ടാണ് ബോൺ മാരേജ് ചെയ്യുന്നത്. അതിൻ്റെ നമ്മളെ പച്ചക്കാണ് നടുവ് കുത്തിപ്പറിക്കുകയാണ് ചെയ്യുന്നത്. നടുവ് കുത്തിപ്പറിച്ച് പച്ചക്കാണ് നട്ടലെന്ന് മച്ചയെടുക്കുന്നത്. എന്നെ അങ്ങനെ കിടത്തിയ സമയത്ത് എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞാറ്റി തന്നൊരു കാശിരിവ് ഉണ്ടായിരുന്നു ഇവിടുത്തെ, അതും കൈവച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്. അങ്ങനെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ആദ്യം നട്ടലിങ്ങനെ കുത്താൻ തുടങ്ങി. എനിക്ക് നല്ല വേദന തുടങ്ങി. ഈ കാശിരിവ് ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചേക്കുമായിരുന്നു. ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വേദന വരുന്നില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് ബ്ലഡ് കിടപ്പുണ്ട് തന്നെ. കാരണം നമ്മൾ മരപ്പിക്കുന്നില്ല, നമുക്ക് നന്നായിട്ട് വേദന എല്ലാം അറിയാം നമുക്ക്. പക്ഷേ ബ്ലഡ് എടുക്കുമ്പോൾ എനിക്ക് ബ്ലഡിൻ്റെ മണമല്ല വരുന്നത്. എനിക്ക് ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെയും അങ്ങനെ ഇത് നല്ലൊരു മണമാണ് വരുന്നത്. എനിക്ക് ഒരു തുള്ളി വേദന പോലും എനിക്കന്ന് അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ബോൺ മാരേജ് ചെയ്യണ്ടോ, എനിക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. ഇപ്പോഴും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനിപ്പം 1 വർഷത്തോളമായിട്ട് ജോലിക്ക് പോകുന്നു, സ്വന്തം കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, നന്നായി തന്നെ എൻ്റെ കാര്യം നടക്കുന്നു.